അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടൊക്കെ ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമത്തി ലാ യുറദ്ദു. ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും ദ്വാരന്നുണ്ടെങ്കിൽ ആ ദുആത്തെ ഒരിക്കലും തള്ളപ്പെടില്ല. ആ ദുആക്ക് ഖണ്ഡിതമായിട്ട് ഉത്തരമുണ്ടോ. അപ്പോൾ ബാങ്കായാൽ പിന്നെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ളതായ ആ സമയം അത് ഞങ്ങൾ സതുപയോഗപ്പെടുത്തണം. ആ സമയത്തിൽ വേഗം പള്ളിക്ക് വന്നത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പഠിച്ചവരോട് കേട്ടിട്ടായെങ്കിൽ ഖണ്ഡിതമായിട്ടും ഇജാബത്തുള്ളതായ സമയമായിട്ടേക്കിട്. ഇന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യത അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത് സഅത്താനി തുഫ്തഹു ഫിയ അബ്വാബുസ്സമാ, രണ്ട് സമയത്തിൽ ആകാശത്തെ ബായിലിങ്ങ തുറക്കപ്പെട്ടു ചെന്നെങ്കിൽ എന്ത് കേട്ടെങ്കിൽ ആ സമയത്ത് ഉത്തരം കിട്ടും. അതിൽ ഒന്നായിട്ടേക്കിട് പിന്നെ ഇന്ത ഹുളൂരി നിദായി വസഫി ഫി സബീലില്ല, യുദ്ധത്തിന് പിന്നെ വേനായിട്ട് മുസ്ലിമീങ്ങ സഫ് കെട്ടതായ സന്ദർഭം, യുദ്ധത്തിന് തയ്യാറായിട്ട് അങ്ങ് കറക്റ്റായിട്ട് അണിയണിയായിട്ട് സഫ് കെട്ടാറ്. ആ സന്ദർഭത്തിൽ വലിയ പേടിയുള്ള സന്ദർഭമായിട്ടേക്കിട്. ഇപ്പോൾ ശത്രുങ്ങായിട്ട് യുദ്ധമാക്കിയിട്ട് എന്താവും സാധ്യതയുണ്ട്, മരിക്കവും സാധ്യതയുണ്ട്, ഷഹീദാവും സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ സഹജമായിട്ട് അള്ളാഹുടെ മാത്രം ഓർമ്മയ്ക്കിട്. അങ്ങനത്തെ സന്ദർഭത്തിൽ പഠിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും കേട്ടെങ്കിൽ ഉത്തരം കിട്ടുമോ. പിന്നൊരു സമയമായിട്ടേക്കിട് പിന്നെ ബാങ്ക് ആയതായ ആ സന്ദർഭം, ബാങ്ക് വിളിച്ചാൽ പിന്നെ ഞങ്ങൾ കേൾക്കുന്നതായ പഠിച്ചുകൊണ്ടിട്ട് ഞങ്ങൾ എന്ത് ദ്വാരന്നിട്ടെങ്കിൽ നിസ്കാരത്ത് വേണ്ടി വിളിക്കപ്പെട്ടതായ ബാങ്ക്, ആ ബാങ്കിൻ്റെ സമയത്തിൽ ബാങ്കായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിട്ട് കേൾക്കുമ്പോൾ അത് ഖണ്ഡിതമായിട്ടും ഞങ്ങൾക്ക് ഉത്തരം കിട്ടുമോ ചാൻസ് ഉണ്ട്. ഒരു ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശേഷം എന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്ന നബിയെ പിന്നെ ഞങ്ങൾ ആ സന്ദർഭത്തിൽ എന്തിനെ കേൾക്കണോ, എന്തൊരു ദ്വാരക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു നിങ്ങൾ ആഫിയത്തിലെ കേൾക്കൂ. ആ സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത, നിങ്ങൾ അള്ളാഹുയുടെ അഫ്വയുടെയും ആഫിയത്തിലും കേൾക്കൂ. കാരണം ആഫിയത്ത് ആരോഗ്യം അതല്ലേ, അതിന്നെങ്കിലല്ലേ ബാക്കിയെല്ലാം സമവിടെ, അതില്ലാണ്ടായെങ്കിൽ ബാക്കി എത്രന്തിട്ടും കാര്യമില്ലല്ലേ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും മുഖ്യമായ ബലപാലുള്ള ഒരു നാളെ ഉദ്ദേശമായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കണമല്ലേ. അപ്പോൾ ആഫിയത്തിൽ കേൾക്കുന്നതായ സന്ദർഭമായിട്ട് ആ സമയം. ഇന്നലെ ഹദീസിൽ കണ്ട് ആരെങ്കിലും ആ സമയത്തിൻ്റെ അല്ല ഏത് സന്ദർഭത്തിലായെങ്കിലും അയാൾക്ക് കുറേ ഹാജത്തിന് കൊണ്ട് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശിക്കലോട് കൂടെ ആ സമയത്തിൽ അയാൾ പിന്നെ ഖുർആൻ ഓത്തുകൊണ്ടോ അല്ലെങ്കിൽ ദിക്ർ കൊണ്ടോ അല്ലെങ്കിൽ സ്വലാത്ത് പോലത്തെ സൽക്കർമ്മം കൊണ്ടു അയാൾ ശുഗലായെങ്കിൽ അതിലേർപ്പെട്ടിട്ടായെങ്കിൽ അയാൾക്ക് എന്ത് ഹൈറുണ്ടോ അതിന് അള്ളാഹു കൊടുക്കുക. അയാൾ കേൾക്കാതാണ്ട് ഹൈറായതിന് അള്ളാഹു കൊടുക്കടാണ്ട്. അപ്പോൾ ചില ആൾമാർ ബാങ്കായിട്ട് ഇഖാമത്തിനിടയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാറ്, ചില ആൾമാർ ദിക്ർ ചൊന്നുകൊണ്ടിരിക്കാറ്, ചില ആൾമാർ ദ്വാർന്നുകൊണ്ടിരിക്കാറ്. ഇതിൽ ഹൈറേത്? അതിൽ ഹൈറ് നമുക്ക് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലലായിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് തെല്ല് ദ്വാരക്ക. പിന്നെ ബാങ്കിലും ഇഖാമത്തിന് ഫുള്ളായിട്ട് ദ്വാരക്കടെ ഹൈറ് നമുക്ക് ഖുർആൻ ദിക്ർ കൊണ്ട് ഷോലാവലായിട്ട്. കാരണം തൻ്റെ കുറേ മനസ്സ് ഹാജത്തുണ്ടെങ്കിലും അതൊന്നും പഠിച്ചുകൊണ്ടിട്ട് കേൾക്കാണ്ട് ഖുർആൻ കൊണ്ട് പിന്നെ ദിക്ർ കൊണ്ടുള്ള ഇങ്ങനെ ഷുഗലാവൽ, അത് അള്ളാഹു അയാൾക്ക് എന്തൊരു ഹൈറുണ്ടോ അതിന് അള്ളാഹു കൊടുക്കവും സാധ്യത ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ചെല്ലാറ് യാ റസൂലല്ലാഹ് ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയെ മുഅദ്ദിനീങ്ങൾ ബാങ്ക് കൊടുക്കുന്ന ആൾമാർ ഞങ്ങളായിട്ട് ശ്രേഷ്ഠ ആൾമാരാവിടാറല്ലേ. കാരണം ഞങ്ങൾ ബാങ്ക് കൊടുക്കുക നിങ്ങൾ വലിയൊരു കൂലിയുള്ള കാര്യമല്ലേ. അപ്പോൾ ഒരു റായത്തിൽ ഒരു മുക്രി മാത്രം, ഒരു മുഅദ്ദിന് മാത്രം ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ പിന്നെ ബാങ്ക് കൊടുക്കുക അവകാശം കിട്ടാറ് ഒരാൾ മാത്രമല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അത് വലിയ നഷ്ടമല്ലേ നബിയെന്ന് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കുൽ കമാ യഖൂലു, നിങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് ബേജാറാക്കണ്ട. ആ മുക്കരിക്ക ബാങ്ക് കൊടുക്കുമ്പോൾ എന്തിനെ ചൊല്ലു അതുപോലെ നിങ്ങൾ ചൊല്ലോറു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലു നിങ്ങൾ ചൊല്ലോറു. അതേപോലെ ബാങ്ക് നിങ്ങൾ ഉത്തരം കൊടുക്കോറു. അപ്പോൾ ഇതെന്തായിത്ത പിന്നെ ആ ബാങ്ക് കറക്റ്റ് ഉത്തരം കൊടുത്താൽ പിന്നെ ഫസൽ തുഴത്തഹു, നിങ്ങൾ എന്തിനെ കേട്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ആ സന്ദർഭത്തിൽ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കറക്റ്റ് ഉത്തരം കൊടുക്കുക.
ഉത്തരം കൊടുത്താൽ പിന്നെ നിങ്ങൾ അള്ളാഹു ഇട്ട് നിങ്ങൾ അള്ളാഹു റബ്ബഹാദി ദഅവതി താമ ഈ ദുആ എന്നാൽ പിന്നെ പഠിച്ചവനോട് നിങ്ങൾക്ക് എന്ത് കേട്ടെങ്കിലും ഉത്തരം കിട്ടുക. അപ്പോൾ ആ സമയത്ത് വ്യർത്ഥാക്കാണ്ട് സതുപയോഗപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങൾ എല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ.